ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും, ഐസ്ക്രീം. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെ 2 കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 6 മിനിറ്റോളം ബീറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററിൽ നിന്നും ക്രീം താഴത്തോട്ട് വീഴാതെ ബീറ്ററിൽ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ പിന്നെ നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. 400 ഗ്രാം ഉണ്ടായിരിക്കും ഇത്. പിന്നെ ഇതിലോട്ട് 1 സ്പൂൺ വാനില എസൻസും കൂടി ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലിട്ട് വീണ്ടും ഒരു 8 മണിക്കൂറോളം ഫ്രീസ് ചെയ്യാൻ വെക്കണം. എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി പാത്രം തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.